കൂലി കണ്ടു. അപ്പോൾ ഇന്നലെയാണ് പോയി കണ്ടത്. കൂലി കണ്ടു. ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി കണ്ടു. ഇന്നലെ ഉച്ചക്കത്തെ ഷോ പോയി കണ്ടു. അപ്പോൾ വൈകിട്ട് എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല. അപ്പം കൂലി കണ്ട എൻ്റെ അഭിപ്രായമാണ്. കൂലി നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ഭയങ്കര രീതിയിൽ ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ചിത്രമായിരിക്കും. അതായത് കൈദി, വിക്രം, ലിയോ ഈ 3 പടങ്ങളുടെ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയായിട്ടായിരിക്കും ഈ കൂലി എന്ന് നമ്മൾ പടം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ വിചാരിച്ചിരുന്നു. പക്ഷേ തലേന്ന് ലോകേഷ് തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു സ്റ്റാൻഡ് ലോൺ പടമാണെന്ന്. അപ്പോൾ ആ പ്രതീക്ഷ അങ്ങ് പോയി. അപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ കൈവിട്ടു പോയി. പിന്നെ ഈ സിനിമ ഇറങ്ങി സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഏകദേശം റിപ്പോർട്ടൊക്കെ ആവറേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചിത്രം ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം തന്നെ ഓരോ ഇതായിട്ട് പറയാം. പടത്തിൻ്റെ ഒരു ബേസിക് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യരാജ് രജനീകാന്തിൻ്റെ ഭയങ്കര വലിയ ഫ്രണ്ടാണ്. 30 വർഷം മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്ത ഒരു ഫ്രണ്ടാണ് സത്യരാജ്. സത്യരാജിനെ ഒരാൾ കൊല്ലും. അപ്പം രജനീകാന്ത് ഒരു മാൻഷനൊക്കെ നടത്തുവാണ്, ഒരു ഹോസ്റ്റൽ പോലെ, ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു മെയിൻ വാർഡനൊക്കെ പോലെ ഒരു ഹോസ്റ്റൽ നടത്തുവാണ്. അപ്പം സത്യരാജിനെ കൊന്ന ആരാണെന്ന് തിരക്കി ഇറങ്ങുന്നതാണ് ഈ കഥ. അതിനുശേഷം ഇവിടെ എന്തൊക്കെ നടക്കുന്നു, അപ്പം ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, സത്യരാജ് എന്തൊക്കെ വള്ളികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ രജനീകാന്ത് വന്നിട്ട് എന്തൊക്കെ വള്ളികൾ പിടിക്കും, ആരൊക്കെ ക്യാമിയോ ഉണ്ട്, ഇതൊക്കെയാണ് ചിത്രം. അപ്പം നമ്മൾ ലോകേഷിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം കണ്ട വ്യക്തി ആയതുകൊണ്ട് പറയുവാണ്, ഈ സിനിമകളുടെ എല്ലാ സീൻസിൻ്റെയും ഓരോ രംഗങ്ങൾ അതുപോലെ കോപ്പി അടിച്ച് റിപ്പീറ്റായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രജനീകാന്തിന് വേണ്ടി ഒരു കഥ പുള്ളി എഴുതി സെറ്റ് ചെയ്ത്, ആ എഴുതി സെറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിനകത്ത് പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകളുടെ സീൻസും എടുക്കുന്ന രീതിയും പിന്നെ ആ ഒരു കഥ വരുന്ന ത്രെഡും എല്ലാം ഒരുപോലെ വെച്ചിട്ട് രജനീകാന്തിന് ഒരു ചിത്രം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകേഷ്. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ബഡ്ജറ്റ് ഉണ്ടോ? ഉണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ടോ? അതുണ്ട്. അനിരുദ്ധിൻ്റെ BGM പൊട്ടിച്ചിട്ടുണ്ടോ? അതിനകത്ത് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അനിരുദ്ധ് എല്ലാ സിനിമയിലും മാരകം തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്, അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ ഡയറക്ഷനകത്ത് നല്ല ഗ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു ഒരു എന്തൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഒരു 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 ഫീൽ വരുന്നില്ല, ഒരു ഗുമ്മ് കിട്ടുന്നില്ല. നമുക്കൊരു ഇപ്പോൾ വിക്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നടക്കുന്ന, കൈദി, ദൈവമേ ഇനി അടുത്ത സീൻ എന്തായിരിക്കും, പടം തുടങ്ങി ഒരു തീരുന്ന സെക്കൻഡ് വരെ നമ്മളിങ്ങനെ പടത്തിനകത്ത് വീണു പോയൊരു പടമാണ് കൈദി. വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി ഇൻ്റർവെൽ കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് പോയിക്കൊണ്ടിരിക്കണം, ഒരു സീൻ പോലും ഡൗൺ ആവുന്നില്ല. ഇപ്പം ലോകേഷിൻ്റെ സിനിമ അല്ലെങ്കിൽ പോലും ജയിലർ സിനിമയ്ക്കകത്ത് തുടങ്ങി ഒരു സീൻ ഡൗൺ ആകുമ്പോഴത്തേന് അവിടെ കോമഡി, ഡാർക്ക് കോമഡി കൊണ്ടിട്ടിട്ട് ആ സീൻ അങ്ങ് എലിവേറ്റ് ചെയ്യുവാണ്. ഈ കൂലി സിനിമയിൽ എല്ലാം തന്നെ ഉണ്ട്, പക്ഷേ നമുക്കതൊരു ഇമോഷണലി അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. അതായത് ഒരു 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 കിട്ടില്ല ഒരു ഭാവു അല്ലെങ്കിൽ മാസ് കിട്ടില്ല സീന്, അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നു, ഒരു നിർവികാരതയാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അമീർ ഖാൻ ലാസ്റ്റിനകത്ത് വരുന്നുണ്ട്, ഒരു സൂര്യ റോലെക്സ് ആയിട്ട് വന്നതുപോലെ അതേ ത്രെഡ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ പഴയ സിനിമ പണ്ട് എടുത്ത, അതായത് 3-4 സിനിമകൾ മാസ്റ്റർ ഇതുപോലെയൊക്കെ എടുത്ത പടങ്ങളുടെയൊക്കെ ചില സീനുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കോർത്തിണക്കി രജനീകാന്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ചെയ്തു വെച്ചേക്കുവാണ്. പിന്നെ അമീർ ഖാൻ വരുമ്പം BGM അത്ര പോരാ. അമീർ ഖാൻ വന്നിറങ്ങിയ BGM തന്നെ പോരാ. ഒരു ഭയങ്കര ഒരു 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 ഡോൺ ഇങ്ങനെ വരുവാണ് അമീർ ഖാൻ. വന്നിട്ട് രജനീകാന്തിൻ്റെ കൂടെ കട്ടബീഡി വലിക്കുക. എന്നിട്ട് ഉപേന്ദ്ര എന്ന് പറയുന്ന നടൻ്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് ബീഡിയും അമീർ ഖാൻ വാങ്ങുക. അത് അമീർ ഖാൻ അവിടെ നിന്ന് ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങിയ ബീഡി വലിക്കുക. അതായത് അമീർ ഖാനെ ഒരു ബഫൂണാക്കി കളഞ്ഞു. സൂര്യ റോലെക്സ് ചെയ്ത്, അതായത് അതുപോലെ കൊടുത്തതുപോലെ ഒരു ഗംഭീര മരണമാസ് ഒരു ക്യാരക്ടർ അവിടെ കൊടുത്തായിരുന്നെങ്കിൽ സിനിമയുടെ ഗ്രേഡേ മാറിപ്പോയേനെ. ഇവിടെ അമീർ ഖാനെ ഒരു ബഫൂണാക്കി കളഞ്ഞു. പിന്നെ സൗബിനാണ് ഇതിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മെയിൻ റോളാണ് ചെയ്തേക്കുന്നത്. സൗബിൻ എന്താ പറയുന്ന മലയാളിയായിട്ടാണ്, അതുകൊണ്ട് പിന്നെ മലയാളവും തമിഴും എങ്ങനെ വേണമെങ്കിലും അതിനകത്ത് എടുത്ത് പറയാൻ പറ്റും. സൗബിൻ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീറ്റായിട്ട് ചെയ്താൽ ഇത് സ്ക്രിപ്റ്റ് ഇതാണ്, അതായത് ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ സ്ക്രീൻ പ്ലേയും നമ്മളെ ഒരു വാവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവം എന്നുള്ളത് തോന്നിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ രജനീകാന്ത് 75 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ആ 75ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാവോ, അയാളെ കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാവോ, ഫൈറ്റോ ഡാൻസോ അഭിനയോ എന്ത് ചെയ്യുക അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ പ്രായം ആയതിൻ്റെതായ ഒരുപാട് ഇതുണ്ട്. നമുക്ക് ഒരു ഫൈറ്റിലാണെങ്കിൽ പോലും പുള്ളി നല്ല മെലിഞ്ഞാണ്, ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഈ ഇടിക്കൊക്കെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം മാടൻ സൈസുള്ള ഗുണ്ടകളൊക്കെ വരുമ്പോൾ ആ ഇടിയും നമ്മുടെ നായകനൊരു സൈസ് ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറയുമ്പം എന്നാ വിചാരിക്കും, ഈ സൈസുള്ള നടന്മാർക്ക് 10 പേരെ ഇടിച്ചിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിന് ന്യായമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഫീൽ ചെയ്യണ്ട, നമ്മൾ കൺവിൻസ് ആവണ്ടേ, ഓഡിയൻസ് കൺവിൻസ് ആവണ്ടേ, അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ജയിലർ സിനിമയിൽ രജനീകാന്തിന് ഫൈറ്റേ ഇല്ലായിരുന്നു. പുള്ളി അവിടെ വെച്ചുകൊണ്ട് ബീജിയം ഇട്ടു, മാസാക്കി, സ്ലോ മോഷൻ ആക്കി, അത് ഗംഭീരമാക്കി എടുത്തതുകൊണ്ടാണ്. ഫൈറ്റ് ഇട്ടായിരുന്നെങ്കിൽ ബോറായി പോനെ. പുള്ളി ഫൈറ്റ് ഇടാൻ പറ്റത്തില്ല, ഭയങ്കര സൈസും ഇല്ല, പ്രായത്തിൻ്റെ ഇതുകൊണ്ട്. പിന്നെ പുള്ളിയെ വെച്ച് ഡാൻസ് ചെയ്യുന്നത്, പുള്ളിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതി ഈ പ്രായത്തിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നമുക്കതൊരു ഒരു ഫീലാവണ്ടേ, നമുക്കൊരു അടിപൊളിയാണെന്ന് തോന്നണ്ടേ, അതാണ് ഒരു വിഷയം. പിന്നെ ഈ സിനിമയുടെ എടുത്ത് പറയേണ്ടത് ക്യാമിയോ ആയിട്ട് വന്നിട്ടുള്ള നാഗാർജുന ഭയങ്കര സ്വാഗായിരുന്നു. ഭയങ്കര സ്വാഗം എന്ന് പറഞ്ഞാൽ ലുക്കും എല്ലാ വയസ്സും നാഗാർജുന കിട്ടിലുമായിരുന്നു. പിന്നെ ഉപേന്ദ്ര ക്ലൈമാക്സിലാണ് കുറച്ച് സീൻസിലുള്ള ഉപേന്ദ്ര വരുന്നത്. പിന്നെ അഭിനയിച്ചിട്ടുള്ളതിൽ നമ്മുടെ ഈ കൈദിയിലെ അജാസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനകത്ത് ഉബേദിൻ്റെ മകനായിട്ടാണ്. അത് മകനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം രണ്ടുപേരും ഒരു ലുക്ക് വൈസ് ആണെങ്കിൽ പോലും ഭയങ്കര അന്തരമാണ്. പിന്നെ സൗബിൻ്റെ ഭാര്യയായിട്ട് ഇതിനകത്തൊരു പെണ്ണ് വരുന്നുണ്ട്. അതിപ്പം ഞാനതല്ലേ തുടക്കത്തിലേ പറഞ്ഞേ, ലോകേഷിൻ്റെ മറ്റു പടങ്ങളുടെ പോലെ ത്രെഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. ഇപ്പം അതിനകത്തൊരു വേലക്കാരി ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്, അതുപോലെ ഇവിടെ ഒരു പെണ്ണിനെ സീൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വിക്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വേലക്കാരിയുടെ ഫൈറ്റ് നമുക്ക് ഫീൽ ചെയ്ത് അത് അവരെ കൊണ്ട് പറ്റിയും തോന്നി. പക്ഷേ ഇത് നമുക്ക് ആ ഫീൽ വരില്ല. ഇത് അങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ ഇത്. നമുക്ക് അങ്ങനെ ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റൂ, കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ സംഭവം. പിന്നെ സത്യരാജ് ഒരു അത്യാവശ്യം കൊള്ളാവുന്നൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് പോർട്ടാണ്, വിശാഖപട്ടണത്തുള്ള ഒരു പോർട്ട്, വലിയ പോർട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. പൂജയുടെ ആ ഒരു പാട്ടിന് വേണ്ടി മാത്രമാണ് വരുന്നത്. നല്ല കിടിലൻ ഡാൻസാണത്. പിന്നെ സീൻസ് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഒരു ഫുള്ളായിട്ട് ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ രജനീകാന്തിൻ്റെ ഒരു 30 വർഷം പുറകിൽ പുള്ളി ഒരു പോർട്ടിൽ ജോലി ചെയ്ത ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കും, അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസാണ്. ഡി-ഏജിങ് ചെയ്ത് രജനീകാന്തിനെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. രോമാഞ്ചം വന്ന ആ സീൻസ് കിട്ടില്ല, അതാണ് എനിക്ക് ഏറ്റവും, അങ്ങനെയാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മളെ പൊട്ടിക്കണം, തിയേറ്ററിൽ നമ്മളിരുന്ന് പൊട്ടണം, അതുപോലെയാണ് ആ സീൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അറിയാലോ, ലോകേഷ് ഇത് LCU ആക്കാഞ്ഞതിൽ ഒരു വിഷമമുണ്ട്. ഒരു LCU പ്രതീക്ഷിച്ചെന്നുള്ള ഇയായിരുന്നു, ആ ഒരു വേൾഡിലോട്ട് പുള്ളിയെ കൊണ്ടുവരാതിരുന്നത് ഒരു മോശമായി പോയി. അതുകൊണ്ട് ഇങ്ങനത്തെ ഡാർക്ക് ഭയങ്കര തീമിൽ ഇത് പടങ്ങൾ ചെയ്തിപ്പം ലോകേഷിൻ്റെ മറ്റു പടങ്ങൾ എടുക്കുമ്പോൾ ആൾക്കാർ കൺവിൻസ് ആവില്ല, ഇഷ്ടപ്പെടില്ല. കാരണം ആ ഒരു സോണി നിൽക്കുമോ, ലോകേഷിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആ ഒരു ഇതിൽ നിൽക്കുവാണ്. പിന്നെ ഇപ്പോൾ റെക്കോർഡൊക്കെ ഓപ്പണിങ് നല്ല റെക്കോർഡാണ് കേട്ടോ. തമിഴിൽ തന്നെ ഏറ്റവും ടോപ്പ് വേൾഡ് വൈഡ് റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട് കളക്ഷൻ. ഓവർസീസ് ആയാലും ഓപ്പണിങ് റെക്കോർഡാണ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം പറയണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ വരെ കാണാം. ഗുഡ് ബൈ.